ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരോ. എല്ലാ സജ്ജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും നമസ്കാരം. 112 സർഗമാണ് ഇന്നത്തെ വിഷയം. പാദുകാപ്രദാനം എന്ന് ആണ് ഇതിൻ്റെ പേര് ചില പുസ്തകങ്ങളിൽ കാണുന്നത്. ഇപ്രകാരം അതുല്യ തേജസ്വികളായ സഹോദരന്മാരുടെ രോമാഞ്ചകാരിയായ സമാഗമം കണ്ട് മാമുനിമാരവിടെ വന്ന് ഇവരെ പ്രശംസിച്ചു. ഈ അവലംബികളായ രാജപുത്രന്മാരുടെ സംസാരത്തെ വീണ്ടും വീണ്ടും കേൾക്കാൻ നമ്മൾ കൊതിക്കുന്നു. പക്ഷേ എങ്കിലും രാമൻ്റെ ഈ വരവിനൊരു ഉദ്ദേശമുണ്ടല്ലോ, രാവണവധം നടത്തണ്ടേ. അത് മനസ്സിലാക്കിയ മുനിമാർ ഭരതനോട് പറയുകയാണ്. ഭരതനെ ആദ്യം പ്രശംസിച്ചു. കുലേജാത മഹാപ്രാജ്ഞ മഹാവർത്ത മഹായേശ എന്നെല്ലാം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, നീ രാമവാക്യം കേൾക്കണം. നിന്റെ അമ്മ മൂലമുണ്ടായ അച്ഛനുണ്ടായ ഇർണത്തെ വീട്ടിക്കൊണ്ടാണ് അച്ഛൻ സ്വർഗം പൂകിയത്. ആ കടം വീട്ടാൻ കാരണമാരാ? രാമൻ തന്നെയാണ്. അത് കാരണം ആ രാമൻ്റെ വാക്ക് നീ കേൾക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മഹർഷിമാരും കൂടെ ഗന്ധർവന്മാർ, രാജർഷിമാർ ഇവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അവരെ അപ്രത്യക്ഷരായി. അവരെയൊക്കെ രാമനൊന്ന് നോക്കി ചിരിച്ചു. അദ്ദേഹം വളരെ പ്രസന്നനായിട്ട് ചിരിച്ചു അവരെയൊക്കെ നോക്കിയിട്ട്. അവരങ്ങനെ രാമനോട് മനസ്സുകൊണ്ട് വിട ചോദിച്ച് പോവുകയും ചെയ്തു. അപ്പോഴും ഭരതൻ ആകെ വിഷമത്തോടുകൂടി ശരീരം വിറച്ച് 2 കൈയും തൊഴുത് രാമനോട് പറയാണ്, ജ്യേഷ്ഠ, എൻ്റെയും അമ്മയുടെയും യാചന കേട്ട് കുലധർമ്മോചിതമായി നിങ്ങളെ പരിപാലിച്ചാലും, ഞങ്ങൾ രാജ്യം പരിപാലിച്ചാലും ഈ ബാലനായ ഞാൻ മഹാരാജ്യം അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കും? ഏവരും ഏട്ടനെ തന്നെയാണ്, രാമനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം നടത്താൻ സമർത്ഥൻ അങ്ങ് തന്നെയാണ്. എന്നെക്കൊണ്ടൊന്നും ഇത് പറ്റും തോന്നുന്നില്ല എന്നുള്ള മട്ടിൽ കാൽക്കൽ വീണ് പ്രാർത്ഥിച്ചു ഭരതൻ. രാമനപ്പോൾ വീണ്ടും പിടിച്ച് എണീപ്പിച്ച് ഇരുത്തി, അങ്കേ സ്ഥാപ്യ എന്ന് പറഞ്ഞു, മടിയിലിരുത്തി അല്ലെങ്കിൽ അടുക്കലിരുത്തി പറഞ്ഞു, ഭരത, നിനക്കിപ്പോൾ ഈ ബുദ്ധി ഉണ്ടല്ലോ, ഇപ്പോൾ വന്ന ഈ ബുദ്ധി, ആ ബുദ്ധി മതി രാജ്യം മുഴുവൻ ഭരിക്കാൻ. വേണ്ട നല്ല നല്ല മന്ത്രിമാരും സൈനാധിപതി എല്ലാ പ്രകൃതികളും നമുക്കുണ്ട്. അവരോടൊക്കെ വേണ്ട വിധത്തിലുള്ള മന്ത്രണം ചെയ്ത് നീ ഇത് നടപ്പാക്കിയാൽ മതി. എൻ്റെ കാര്യം എങ്ങനെ വെച്ചാൽ വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. ലക്ഷ്മീശ്ചന്ദ്രാദ് അഭയാദ്വാ ഹിമവാൻ വാ ഹിമം തെജിൽ അതിയാൽ സാഗരോ വേലാം എന്ന പ്രതിജ്ഞാം അഹം പിതു. ചന്ദ്രൻ്റെ സൗഭാഗ്യത്തിനെ ചന്ദ്രൻ ഉപേക്ഷിച്ചു എന്ന് വരാം. ഹിമവാൻ തൻ്റെ തണുപ്പിനെ ഉപേക്ഷിച്ചു എന്ന് വരാം. കടൽ അതിൻ്റെ അതിർത്തി കടന്ന് തിരകളെ കൊണ്ട് ഭൂമിയെ ആക്രമിച്ചു, അതിൻ്റെ സീമ ലംഘിച്ചു എന്ന് വരാം. എന്നാലും ഞാൻ എൻ്റെ പ്രതിജ്ഞ വിടുകയില്ല എന്നാണ് ശ്രീരാമൻ പ്രതിജ്ഞയെപ്പറ്റി ഉറച്ച ഒരു ശബ്ദങ്ങളിൽ പറയുന്നത്. അല്ലേ ഭരത, അമ്മ മൂലം നിനക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിച്ചാൽ നീ അമ്മോട് അതേപോലുള്ള മനോഭാവം കാണിക്കരുത്. ഭരതന് മനസ്സിലായി, ഇനി ഏട്ടൻ വരും തോന്നില്ല. വേഗം തന്നെ കരഞ്ഞുകൊണ്ട് ഏട്ടൻ്റെ ആ മെതിയടിയിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞതാ, സ്വർണം പതിച്ച മെതിയടികളുണ്ടല്ലോ, അത് മതി, ഇത് രാജ്യം ഭരിച്ചോളും. അതെനിക്ക് തന്നാലും ഞാൻ അത് വെച്ച് രാജ്യം ഭരിച്ചോളാം എന്ന്. ശരിയെന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ മെതിയുടെ മുകളിൽ കയറി നിന്ന് പിന്നെ അത് അഴിച്ച് കയ്യിലെടുത്ത് ഭരതൻ അങ്ങനെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭരതൻ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയാണ്, രാമൻ്റെ ഒരു പ്രതിജ്ഞ കണ്ടുള്ളൂ, ഇനി ഭരതൻ്റെ പ്രതിജ്ഞ ഇത് വെച്ച് ഞാൻ രാജ്യം ഭരിക്കും. 14 വർഷാണി ജഡാചിരധരോഹ്യഹം. ആ ഏട്ടനെ പോലെ തന്നെ
മുനിമാരുടെ അതേ വേഷം കൊണ്ട് ജട ധരിച്ച്, അതുപോലെ തന്നെ വൽക്കലം ധരിച്ച്, മാന്തോല്യം മറുപരിയായിട്ട് ഞാനും ജീവിക്കും. ഫലമൂലാശനോ വീര, കഴിക്കാൻ ഫലമൂലങ്ങൾ മാത്രമേ, കായും കിഴങ്ങുകളും മാത്രമേ കഴിക്കുള്ളൂ. അങ്ങയുടെ ആകാംക്ഷത്തിനെ കാക്ഷിച്ചുകൊണ്ട് ഞാൻ നഗരത്തിലല്ല താമസിക്കുക, നഗരത്തിൽ നിന്ന് പുറത്ത് ഒരു വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ആ നഗരത്തിൽ നിന്ന് പുറത്ത് ഞാൻ വസിക്കും. അങ്ങനെ അങ്ങയുടെ ഈ മെതിയടികളെ അവിടെ വെച്ച് രാജ്യം ഭരിക്കും. ഇനി 14 വർഷം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഞാൻ കാക്കില്ല. 14 വർഷം കഴിഞ്ഞിട്ടുള്ള ആ ദിവസം ഉണ്ടല്ലോ, അത് അങ്ങ് കണ്ടില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശനം ചെയ്യും എന്ന് അതിഗംഭീരമായ പ്രതിജ്ഞ ഭരതനും നൽകി. ആവട്ടെ എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ കെട്ടിപ്പണന്നു, ശത്രുഘ്നെയും കെട്ടിപ്പണന്നു. എന്നിട്ട് വീണ്ടും ഭരതനോട് പറയാണ്, നീ അമ്മയെ കാക്കണം, എന്നെയും സീതയും മുൻനിർത്തി നീ ശപഥം ചെയ്യണം, നീ ചെയ്ത മാതിരി നീ അമ്മയെ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് സഹോദരന്മാരെ വിട്ടു. ഭരതനാവട്ടെ മെതിയടികളെ വലിയൊരു ആനപ്പുറത്ത് ആനയുടെ മസ്തകത്തിൽ അങ്ങനെ വളരെ ആദരവോടുകൂടി വെച്ചു. ഏവരെയും ആദരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ എല്ലാവർക്കും വിട നൽകുകയാണ്. അഥാനുപൂർവ്യ പ്രതിപൂജ്യതം ജനം, എല്ലാ ജനങ്ങളെയും വിട ചൊല്ലിയാണ്. ഗുരുംശ്ച മന്ത്രീംശ്ച പ്രകൃതേ, മന്ത്രീൻ പ്രകൃതേസ്തഥാനുജോ, അനുജന്മാരെയും വസിഷ്ഠാദി വാമദേവാദി ഗുരുക്കന്മാരെയും സുമന്ത്രാദി മന്ത്രിമാരെയും വിസർജയൽ രാഘവ വംശവർദ്ധനം, അവരെല്ലാം വിട ചൊല്ലി. സ്ഥിതസ്വധർമ്മേ ഹിമവാൻ യുവാചലഹം, ഹിമവാനെ പോലെ സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രഘുത്തമനായ ശ്രീരാമചന്ദ്രൻ അവർക്കൊക്കെ വിട നൽകി. അപ്പോഴേക്കും അമ്മമാർക്ക് സഹിച്ചില്ല. അമ്മമാർ ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിക്കാനായിട്ട് ആഞ്ഞു. തം മാതരോ ബാഷ്പഗൃഹീതകണ്ഠ്യോ, കണ്ണെന്നിങ്ങനെ ധാരാളം കണ്ണുനീരൊലിച്ചുകൊണ്ട് അമ്മമാർ ചെന്ന് ദുഃഖേന താം നാമന്ത്രയിതും നശേകു, അവർക്കും ദുഃഖമെന്ന് തന്നെയാണ്. രാമചന്ദ്രനെ സമാധാനിപ്പിക്കാൻ അവർക്കും പറ്റിയില്ല. രണ്ടു കൂട്ടരും, അമ്മമാരും അതെ രാമചന്ദ്രനും കണ്ണുനീരിൽ അങ്ങനെ വാർന്ന് അവിടെ ചൊല്ലുകയാണ്. സജൈവ മാതൃഭിവാദ്യ സർവ, അമ്മമാരുടെ കാൽക്കൽ അങ്ങനെ തൊഴുതുകൊണ്ട് അവരെ കാൽക്കൽ വീടുകൊണ്ട് ഒന്നും പറയാതെ രാമചന്ദ്രൻ രുതൻ കുടിയും സ്വാം പ്രവിവേശ രാമ, തൻ്റെ കുടിയിലേക്ക് ഒന്നും പറയാതെ, ഒന്നും പറയാനും പറ്റില്ല, കരഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ തൻ്റെ കുടിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. ശ്രീരാമചന്ദ്രായ നമ. പ്രസന്നതായ അനുഗതാഭിഷേകതസ്തഥാനമം പ്രേമനവാസകൃച്ഛ്രത മുഖംബുജശ്രീ രഘുനന്ദനസ്യമേ തഥാസുസാമഞ്ജളമംഗള